ഞാൻ ഇന്നിവിടെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പുട്ടുണ്ടാക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അരിപ്പൊടി എവിടെയെന്ന്. ഞാൻ അരിപ്പൊടി ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയെന്നല്ലേ കണ്ടു നോക്കാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുപൊടി തികയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരു സമയത്തുള്ള ഉത്തരമാണ് എൻ്റെ ഈ പുട്ട്. എപ്പോഴും ഇതുണ്ടാക്കാം. പുട്ടുപൊടി ഇനി നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ. എന്തെല്ലാമാണ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. നമ്മുടെ പുട്ടിന് ആവശ്യമായ 2 മെയിൻ സാധനമാണ് കുത്തരിയും പച്ചരിയും. കുത്തരി 1 കപ്പും പച്ചരി 3/4 കപ്പുമാണ്. അത് നമ്മൾ ഏത് കപ്പിനോ ഗ്ലാസ്സിനോ എടുക്കുകയാണെങ്കിൽ സെയിം ഗ്ലാസ്സിന് വേണം രണ്ടും അളക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇപ്പൊ രാവിലെ വാരി വെച്ചതാണ്. നിങ്ങൾക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാം. രാവിലെ വേണമെങ്കിലും ഈ വെള്ളത്തിൽ കുതിർത്ത് വെക്കാവുന്നതാണ്. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. നമ്മുടെ റേഷൻ അരിയോ വേവ് കുറഞ്ഞ അരിയോ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. പെട്ടെന്ന് കുഴഞ്ഞു പോകും. കാരണം അത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മുടെ കുത്തരി ഇട്ട് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. രാവിലെ ഇടുവാണെങ്കിൽ നമ്മുടെ കുത്തരി നല്ല പതച്ച വെള്ളം, നല്ല തിളച്ച വെള്ളത്തിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ പച്ചരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടും ഒന്നിച്ചിടാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ 2 അരികളും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പൊടിക്കുന്ന ജാറിലാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. പകുതി ഇടുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഇത്രയും പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ ക്യാരറ്റ് പുട്ടല്ലേ ഉണ്ടാക്കുന്നത്, കാരണം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കുറച്ച്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ അരി ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വറക്കോ നനയ്ക്കോ ഒന്നും വേണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടോ, അടിപൊളി സോഫ്റ്റ് അല്ലേ? കണ്ടോ, നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തലേ ദിവസം ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവത്തില്ല. ഇതിൻ്റെ കൂടെ ഉപ്പിട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം, കൂടി പോകണ്ട. ഇനി ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അരിപ്പുട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് വാരി വെക്കാം. നമ്മുടെ പുട്ട് ഇവിടെ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ട് 5 മിനിറ്റിലാണ് വേവുന്നതെങ്കിൽ ഇതിന് കുറച്ചും കൂടി സമയം നമ്മൾ കൊടുക്കണം. കാരണം നമ്മളിത് വർക്കൊന്നും ചെയ്തിട്ടില്ലാത്തത് കാരണം കുറച്ചും കൂടി വേവ് കൂടുതലുണ്ട്. നമുക്ക് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളി പുട്ടാണ്. നല്ല കളർ, നല്ല ആവി വരുന്നുണ്ട്. നല്ല സൂപ്പർ പുട്ടാണിത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് പുട്ടുപൊടി വാങ്ങി ഉപയോഗിക്കില്ല. ഏത് തുടക്കക്കാർക്കും വറക്കോ നമ്മുടെ നനയ്ക്കോ ഒന്നും വേണ്ട. ഒരു അളവും കൃത്യമായി നോക്കേണ്ട ആവശ്യമില്ല. അത് കാരണം തന്നെ പെട്ടെന്ന് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക്. വളരെ വ്യത്യസ്തമായി നമ്മുടെ ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടും. ഇതിന്റെ കളറെല്ലാം കാണുമ്പോൾ വളരെ ഹെൽത്തിയുമാണ് ക്യാരറ്റ് ചേർന്നത് കാരണം. ഇതിന് നെഞ്ചു നേർന്ന പ്രശ്നം ഉണ്ടാകില്ല. നമ്മുടെ പുഴുക്കലരി ഉപയോഗിച്ച് ഉണ്ടാക്കിയത് കാരണം ഇതിന് നെഞ്ചു നേർന്നൊരു വിഷയമേ ഉണ്ടാകുന്നതല്ല. ഒരിക്കലെങ്കിൽ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.